ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ. കലിംഗയിൽ കടം വീട്ടാൻ കൊമ്പന്മാർ. ISLൻ്റെ 11ാം സീസണിലെ 4ാം റൗണ്ട് പോരാട്ടത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ പോവുകയാണ്. തുടർച്ചയായ 2ാം എവേ പോരാട്ടത്തിൽ ഒഡീഷ FC ആണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികൾ. തുടർച്ചയായ 2ാം എവേ മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ പോകുന്നത്. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഗുവാഹട്ടിയിൽ ബ്ലാസ്റ്റേഴ്സ് എവേ പോരാട്ടമായിരുന്നു കളിച്ചത്. മത്സരം നമുക്കറിയാം സമനിലയായിരുന്നു അന്ന് ഫലം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നിരിക്കുകയാണ്. ഒഡീഷ FCക്കെതിരായിട്ടുള്ള 4ാം റൗണ്ട് മത്സരത്തിൻ്റെ പ്ലേയിങ് 11 ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 4-3-3 ഫോർമേഷനിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നും കളിക്കാൻ പോകുന്നത്. മൈക്കൽ സ്റ്റാരോയുടെ ഇഷ്ട ഫോർമേഷനായിട്ടുള്ള 4-3-3 ഫോർമേഷനിലാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11ലേക്ക് വരുവാണെങ്കിൽ സച്ചിൻ സുരേഷാണ് ഇന്ന് ഗോൾ വലകാക്കുന്നത്. ഡിഫൻസിൽ നവോച്ചയും മിലോസ് ഡ്രിൻസിച്ചും പ്രീതം കോട്ടാലും സന്ദീപ് ശർമ്മയും അണിനിരക്കുന്നുണ്ട്. 3 മെൻ മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ വിപിൻ മോഹനനും അലക്സാണ്ടർ കോയഫിനുമൊപ്പം ഡാനിഷ് ഫറൂഖും എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോർവേഡ്സിലേക്ക് വരുവാണെങ്കിൽ നോഹ സദയും രാഹുൽ KPയും 2 വിങ്ങുകളെ അണിനിരക്കുമ്പോൾ സെൻട്രൽ സ്ട്രൈക്കറായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സ്ട്രൈക്കർ ജീസസ് ജിമിനസ് ആണ് ഇടം നേടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയത് എഡ്രിയാൻ ലൂണ ഇന്നത്തെ മത്സരത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സൊനോറ ഫെർണാണ്ടസ്, ഹോർബി പാംബ്രൂവ, മുഹമ്മദ് സഹീഫ്, എഡ്രിയാൻ ലൂണ, ക്വാമെ പെപ്ര, ബ്രൈസ് ബറാണ്ട, മുഹമ്മദ് ഐമൻ, മുഹമ്മദ് അസ്സർ, റുഹെംബ മീത്ത് എന്നിവരാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ലിസ്റ്റിലുള്ളവർ. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11. സച്ചിൻ സുരേഷ് ഗോൾ പോസ്റ്റിൽ അണിനിരക്കുമ്പോൾ നവോച്ചയും ഡ്രിൻസിച്ചും പ്രീതവും സന്ദീപും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉരുക്കുകോട്ടയുടെ കാവൽക്കാരായി ഉണ്ട്. അതോടൊപ്പം തന്നെ മിഡ്ഫീൽഡിലേക്ക് വരുവാണെങ്കിൽ വിപിൻ മോഹനനും അലക്സാണ്ടർ കോയഫിനുമൊപ്പം ഡാനിഷ് ഫറൂഖും ചേർന്നിട്ടുണ്ട്. 3 മെൻ ഫോർവേഡ്സിലേക്ക് വരുവാണെങ്കിൽ നോഹ സദയും അതോടൊപ്പം തന്നെ രാഹുൽ KPയും 2 വിങ്ങുകളെ അണിനിരക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസ് ഇന്നും സെൻട്രൽ സ്ട്രൈക്കറായി ഇടം പിടിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.